ലോകത്തിലെ ഏറ്റവും തന്ത്രപ്രധാനമായിട്ടുള്ള എണ്ണക്കപ്പൽ പാതയായിട്ടുള്ള ഹോർമുസ് കടലിടുക്ക് വീണ്ടും ഒരു യുദ്ധക്കളമായിട്ട് മാറിയിരിക്കുകയാണ്. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്പസ് എന്ന ഇറാന്റെ കരുത്തരായ സൈനിക വ്യൂഹം മേഖലയിൽ പിടിമുറുക്കുമ്പോൾ ലോകത്തെ ഏറ്റവും വലിയ സൈനിക ശക്തി എന്ന് അവകാശപ്പെടുന്ന അമേരിക്കൻ നാവികസേനയ്ക്ക് ഇത് കേവലം ഒരു വെല്ലുവിളി മാത്രമല്ല, മറിച്ച് അവരുടെ ആഗോളാധിപത്യത്തിന് മേൽ ഏൽക്കുന്ന കനത്ത പ്രഹരം കൂടിയാണ്. ഈ അമേരിക്കയുടെ പരസ്യമായിട്ടുള്ള വ്യോമ നാവിക പിന്തുണയോടെ കടന്നു പോകാൻ ശ്രമിച്ച 2 ഭീമൻ എണ്ണ കപ്പലുകളെ ഇറാൻ സൈന്യം ശക്തമായിട്ട് പ്രതിരോധിച്ച് തിരിച്ചയച്ചെന്ന വാർത്തകൾ ആഗോളതലത്തിൽ വൻ ചർച്ചകൾക്കാണ് വഴി തുറന്നിരിക്കുന്നത്. ഈ ഒരു സൈനിക ഏറ്റുമുട്ടലിൽ ഒരൊറ്റ കപ്പലിന് തീപിടിച്ചതോടെ അമേരിക്കൻ നാവിക വ്യൂഹത്തിന് തങ്ങളുടെ ദൗത്യത്തിൽ നിന്നും താൽക്കാലികമായിട്ട് പിൻവാങ്ങേണ്ടി വന്നു എന്നത് US പെന്റഗണിനെ പോലും ഞെട്ടിച്ചിട്ടുണ്ട്. മേഖലയിലെ തങ്ങളുടെ സഖ്യകക്ഷികൾക്ക് സുരക്ഷ ഉറപ്പാക്കാൻ നിയോഗിക്കപ്പെട്ട US യുദ്ധക്കപ്പലുകളുടെ സാന്നിധ്യത്തിൽ തന്നെയാണ് ഇറാന്റെ ഈ ഒരു പ്രകോപനപരമായിട്ടുള്ള നീക്കം ഉണ്ടായിരിക്കുന്നത്. ഇത് കേവലം 2 കപ്പലുകളുടെ തർക്കമല്ല, മറിച്ച് ഒരു കാലത്ത് അമേരിക്കൻ കപ്പലുകൾക്ക് മുന്നിൽ തളർന്നിരുന്ന എന്ന് അവർ പറയുന്ന ഈ ഇറാൻ ഇന്ന് US നാവികസേനയെ നിസ്സഹായരാക്കുവാൻ തക്കവിധം വളർന്നു എന്നതിന്റെ വ്യക്തമായിട്ടുള്ള സൂചനയാണ് നൽകുന്നത്. ഇനി ഇറാനിൽ നിന്ന് പിടിച്ചെടുത്ത് മരവിപ്പിച്ച ഫണ്ടുകൾ ഉപയോഗിച്ച് മുൻപ് തകർത്ത കപ്പലുകൾക്ക് നഷ്ടപരിഹാരം നൽകുമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനമാണ് ഇറാന്റെ ഒരു പുതിയ നീക്കങ്ങൾക്ക് പിന്നിലെ പ്രധാന പ്രകോപനം എന്ന് പറയുന്നത്. ഈ ഒരു നീക്കത്തെ അന്താരാഷ്ട്ര കൊള്ള എന്ന് വിശേഷിപ്പിച്ച ഇറാൻ അമേരിക്കൻ നിർദ്ദേശങ്ങൾ പാലിക്കുന്ന ഒരൊറ്റ കപ്പലുകളും തങ്ങളുടെ അധീനതയിലുള്ള ജലാതിർത്തി കടന്നു പോകില്ല എന്ന് കടുത്ത ഭാഷയിൽ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. ഹോർമുസ് കടലിടുക്കിൽ അമേരിക്കൻ കപ്പലുകൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഇറാന്റെ അപ്രതീക്ഷിതമായിട്ടുള്ള ആക്രമണ ശൈലിയാണ്. അമേരിക്കയുടെ വൻകിട ഡിസ്ട്രോയറുകൾക്കും വിമാനവാഹിനി കപ്പലുകൾക്കും വേഗത്തിൽ ചലിക്കാൻ സാധിക്കാത്ത ഇടുങ്ങിയ ജലാശയമാണ് ഈ ഹോർമുസ് എന്ന് പറയുന്നത്. ഈ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള ദൗർബല്യത്തെയാണ് ഇറാൻ മുതലെടുക്കുന്നത്. അതായത് ഇറാന്റെ വജ്രായുധമാണ് ഹോർമുസ് കടലിടുക്ക്. 100 കണക്കിന് ചെറുകിട ആയുധകാരികളായിട്ടുള്ള സ്പീഡ് ബോട്ടുകളും ഡ്രോണുകളും ഉപയോഗിച്ച് US നാവിക വ്യൂഹത്തെ വളയാൻ ഇറാന്റെ IRGCക്ക് വളരെ എളുപ്പത്തിൽ സാധിക്കുന്നു. അമേരിക്കൻ നാവികസേനയുടെ ഏറ്റവും വലിയ പരാജയം തങ്ങളുടെ സംരക്ഷണത്തിൽ ഉണ്ടായിരുന്ന എണ്ണക്കപ്പലിന് തീപിടിക്കുന്നത് തടയാൻ കഴിഞ്ഞില്ല എന്നതാണ്. ഈ ഒരു ആക്രമണത്തിൽ ഇറാന്റെ മിസൈലുകളോ അഥവാ ആത്മഹത്യാ ഡ്രോണുകളോ ആണോ ഉപയോഗിച്ചത് എന്ന് കൃത്യമായിട്ട് വെളിപ്പെടുത്തിയിട്ടില്ല എങ്കിലും കപ്പലിനുണ്ടായ വൻ തീപിടുത്തം US പ്രതിരോധ സംവിധാനങ്ങളുടെ പോരായ്മയാണ് കാണിക്കുന്നത്. അത്യാധുനിക റഡാറുകൾ ഉണ്ടായിരുന്നിട്ടും ഈ നീക്കം മുൻകൂട്ടി കണ്ടെത്താൻ US സേനയ്ക്ക് കഴിഞ്ഞില്ല. തീപിടുത്തം ഉണ്ടായതിനെ തുടർന്ന് 2 എണ്ണ കപ്പലുകളും സുരക്ഷിത റൂട്ടിലേക്ക് തിരിച്ചുവിടാൻ അമേരിക്കൻ സൈന്യത്തിന് നിർദ്ദേശം നൽകേണ്ടി വന്നു. മേഖലയിലെ കപ്പൽ ഗതാഗതത്തിന് പൂർണ്ണ സുരക്ഷ ഉറപ്പ് നൽകിയിരുന്ന ഈ ഒരു US സെൻട്രൽ കമാൻഡിന് ഈ ഒരു പിൻവാങ്ങൽ വലിയൊരു അന്താരാഷ്ട്ര നാണക്കേടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അന്താരാഷ്ട്ര ജലപാത എന്ന് US വാദിക്കുമ്പോഴും അവിടെ തങ്ങളുടെ ആജ്ഞ നടപ്പിലാക്കാൻ ഇറാന് സാധിക്കുന്നു എന്നത് US നാവികസേനയെ അല്ലെങ്കിൽ അവരുടെ അധികാരത്തെ ചോദ്യം ചെയ്യുന്നതാണ്. ഈ ഒരു സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ പെന്റഗൺ തങ്ങളുടെ നാവിക വ്യൂഹത്തെ തന്ത്രപരമായിട്ട് വിവിധ കേന്ദ്രങ്ങളിലേക്ക് മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. അമേരിക്കയുടെ 5ാം കപ്പൽ വ്യൂഹത്തിന്റെ പ്രധാന യുദ്ധക്കപ്പലുകൾ ഇപ്പോൾ ബഹ്റൈൻ നാവിക ആസ്ഥാനത്താണ് നിലയുറപ്പിച്ചിരിക്കുന്നത്. ഒപ്പം ഹോർമുസ് കടലിടുക്കിന് തൊട്ടടുത്തുള്ള ഒമാൻ ഉൾക്കടലിലും കപ്പലുകളുടെ സുരക്ഷയ്ക്കായിട്ട് US തങ്ങളുടെ ചില ഈ ഗൈഡ്സ് മിസൈൽ ഡിസ്ട്രോയറുകൾ വിന്യസിച്ചിട്ടുണ്ട്. മേഖലയിലെ അമേരിക്കയുടെ ഏറ്റവും വലിയ കരുത്തരായ USS എബ്രഹാം ലിങ്കൻ എന്ന ആണവോർജ വിമാനവാഹിനി കപ്പൽ ഇപ്പോൾ അറബിക്കടലിന്റെ സുരക്ഷിതമായിട്ടുള്ള അന്താരാഷ്ട്ര ജലാതിർത്തിയിലാണ് മാറ്റിവെച്ചിരിക്കുന്നത്. ഇറാന്റെ കപ്പൽ ഭേദക മിസൈലുകളുടെ പരിധിയിൽ നിന്നും മാറി നിൽക്കാനാണ് ഈ നീക്കം. ഇതിൽ നിന്നുള്ള F-35 യുദ്ധവിമാനങ്ങളാണ് നിലവിൽ ഹോർമുസിന് മുകളിലൂടെ നിരീക്ഷണ പറക്കലുകൾ നടത്തിയിരുന്നത്. മറ്റു ചില അമേരിക്കൻ ക്രൂയിസറുകളും ഡിസ്ട്രോയറുകളും പേർഷ്യൻ ഗൾഫിന്റെ വടക്കൻ മേഖലയിലും ചെങ്കടലുമായിട്ട് ചിതറിക്കിടക്കുകയാണ്. ഇറാനും അവരുടെ സഖ്യകക്ഷികളായ ഹൂത്തികളും ഒരേ സമയം ആക്രമണം നടത്തിയാൽ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയാണ് ഈ ഒരു വിന്യാസം. എന്നാൽ ഈ കപ്പലുകൾക്കെല്ലാം ഒരേ സമയം എല്ലാ എണ്ണക്കപ്പലുകൾക്കും അകമ്പടി സേവിക്കുക എന്നത് പ്രായോഗികമായിട്ട് അസാധ്യമായിട്ട് മാറിയിരിക്കുകയാണ്. അമേരിക്കൻ നാവികസേനയെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തുന്നത് ഇറാന്റെ പക്കലുള്ള അത്യാധുനിക അന്തർവാഹിനികളും കടലിനടിയിൽ ഒളിപ്പിച്ചിരിക്കുന്ന ഈ സ്മാർട്ട് മൈനുകളുമാണ്.
ഹോർമുസ് കടലിടുക്കിന്റെ ആഴം കുറഞ്ഞ ഭാഗങ്ങളിൽ ഇത്തരം മൈനുകൾ നിക്ഷേപിച്ചാൽ അത് US യുദ്ധക്കപ്പലുകളെ പൂർണ്ണമായിട്ടും തകർക്കാൻ കെൽപ്പുള്ളവയാണ്. ഈ ഭീഷണി നിലനിൽക്കുന്നതിനാൽ US കപ്പലുകൾക്ക് കടലിടുക്കുകളിലേക്ക് ആഴത്തിൽ ഇറങ്ങിച്ചെല്ലാൻ പരിമിതികളുണ്ട്. സാമ്പത്തിക ഉപരോധങ്ങളിലൂടെ ഇറാനെ തളർത്താമെന്ന ഡൊണാൾഡ് ട്രംപിന്റെ തന്ത്രം യഥാർത്ഥത്തിൽ നാവികസേനയ്ക്കാണ് വലിയ സമ്മർദ്ദം സൃഷ്ടിക്കുന്നത്. ഇറാനിയൻ ആസ്തികൾ കണ്ടുകെട്ടാനുള്ള നീക്കത്തിനെതിരെ ഇറാൻ സൈനികമായിട്ട് പ്രതികരിക്കുമ്പോൾ അത് പ്രതിരോധിക്കേണ്ട ബാധ്യത US നാവികർക്കാണുള്ളത്. ദിവസങ്ങളോളം കടലിൽ കടുത്ത ജാഗ്രതയിൽ തുടരേണ്ടി വരുന്നത് US സൈനികരുടെ മാനസിക വീര്യത്തെ പോലും ബാധിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ടായിരുന്നു. ഈ സൈനികർക്ക് അവിടെ യുദ്ധം ചെയ്യാൻ പറ്റുന്നില്ല. വലിയ രീതിയിലുള്ള രോഗങ്ങൾ, അതായത് മാനസികമായിട്ടും പരിക്കേറ്റ രീതിയിലൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് ഈ ഒരു യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. അവിടെ വലിയൊരു മാനസിക പ്രശ്നം ഉണ്ടാകുന്നു എന്നുള്ള വാർത്തകളൊക്കെ ഇതിനു മുമ്പ് വന്നിരുന്നു. എന്തായാലും ഈ ഹോർമുസ് കടലിടുക്കിൽ ഇറാനെതിരെ ഒരു സംയുക്ത നാവിക സഖ്യം രൂപീകരിക്കാൻ അമേരിക്ക ശ്രമിച്ചെങ്കിലും പല യൂറോപ്യൻ രാജ്യങ്ങളും ഒമാൻ ഉൾപ്പെടെയുള്ള പ്രാദേശിക ശക്തികളും ഇതിൽ നിന്ന് പിന്മാറി നിൽക്കുകയാണ്. ഒമാന്റെ സംയുക്ത മാനേജ്മെന്റ് നിർദ്ദേശം പോലും ഇറാൻ തള്ളിക്കളഞ്ഞു. തങ്ങളുടെ കപ്പലുകൾ മാത്രം സംരക്ഷിക്കേണ്ടി വരുന്ന അമേരിക്കൻ നാവികസേനയുടെ ഈ ഒരു വിശാലമായിട്ടുള്ള സമുദ്ര മേഖലയിൽ വലിയ രീതിയിൽ ഒറ്റപ്പെട്ടു പോയിരിക്കുകയാണ്. ലോകത്തെ എണ്ണ വിതരണത്തിന്റെ വലിയൊരു പങ്ക് നിർണ്ണയിക്കുന്ന ഈ ഒരു പാത അടഞ്ഞുപോയി കഴിഞ്ഞാൽ അത് ആഗോള സാമ്പത്തിക തകർച്ചയ്ക്ക് കാരണമാകും. കപ്പലുകൾക്ക് സുരക്ഷിത പാത ഒരുക്കാൻ സാധിച്ചില്ലെങ്കിൽ അമേരിക്കയുടെ ആഗോള വിശ്വസ്തത തകരും. അതുകൊണ്ട് തന്നെ ഇറാന്റെ കടുത്ത വെല്ലുവിളികൾക്ക് മുന്നിൽ ആയുധങ്ങൾ വിന്യസിച്ചിട്ടുണ്ടെങ്കിലും ഒരു പൂർണ്ണ യുദ്ധത്തിലേക്ക് പോകാതെ തങ്ങളുടെ കപ്പലുകളെ എങ്ങനെ സുരക്ഷിതമായിട്ട് നിലനിർത്താമെന്ന കടുത്ത ആശയക്കുഴപ്പത്തിലാണ് ഇപ്പോൾ US നാവികസേനയുള്ളത്. ലോകത്തെ എണ്ണ വിതരണത്തിന്റെ വലിയൊരു പങ്ക് നിർണ്ണയിക്കുന്ന ഈ ഒരു പാത അടഞ്ഞുപോയി കഴിഞ്ഞാൽ അത് ആഗോള സാമ്പത്തിക തകർച്ചയ്ക്ക് കാരണമാകും. കപ്പലുകൾക്ക് സുരക്ഷിത പാത ഒരുക്കാൻ സാധിച്ചില്ലെങ്കിൽ അമേരിക്കയുടെ ആഗോള വിശ്വസ്തത തകരും. ഇപ്പോൾ ഏകദേശം തകർന്നിരിക്കുന്ന അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ഇറാന്റെ കടുത്ത വെല്ലുവിളികൾക്ക് മുന്നിൽ ആയുധങ്ങൾ വിന്യസിച്ചിട്ടുണ്ടെങ്കിലും ഒരു പൂർണ്ണ യുദ്ധത്തിലേക്ക് പോകാതെ തങ്ങളുടെ കപ്പലുകളെ എങ്ങനെ സുരക്ഷിതമായിട്ട് നിലനിർത്താമെന്ന കടുത്ത ആശയക്കുഴപ്പത്തിലാണ് US നാവികസേന ഉള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ യുദ്ധം തുടങ്ങിയ സമയത്ത് ഇറാനെ തകർക്കാൻ വേണ്ടിയിട്ട് ഇറാന്റെ തീരത്തായിട്ട് കൊണ്ടുവന്ന എബ്രഹാം ലിങ്കൻ പോലുള്ള ഈ യുദ്ധക്കപ്പലുകൾ ഇന്ന് അമേരിക്കയുടെ പക്കലിൽ നിന്ന് മാറി നിൽക്കുകയാണ്. അതായത് അതിനെ പോലും സുരക്ഷിതമായിട്ട് വെക്കാൻ അമേരിക്കയ്ക്ക് കഴിയാത്തതാണ് ഏറ്റവും വലിയൊരു കാര്യമെന്ന് പറയുന്നത്. മാത്രമല്ല, ഈ കപ്പലുകൾ ഇപ്പോൾ എവിടെയാണെന്ന് പോലും അധികം ആർക്കും കൃത്യമായിട്ട് അറിയത്തൊന്നുമില്ല. ഈ കപ്പലുകൾ വേറൊരു സ്ഥലത്ത് സുരക്ഷിതമായിട്ട് നിർത്തിയിട്ടിരിക്കുകയാണ്. കാരണം ഇനി ഈ യുദ്ധത്തിലേക്ക് ഈ കപ്പലുകൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ വലിയ നാശനഷ്ടങ്ങൾ സംഭവിക്കും എന്നുള്ള കാര്യം ഏറെക്കുറെ ട്രംപിനും മനസ്സിലായിട്ടുണ്ട്, പെന്റഗണിനും അത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് ഇപ്പോൾ രാജ്യം പോകുന്നില്ല എങ്കിലും ഈ ഹോർമുസ് ഇപ്പോൾ നിയന്ത്രിക്കുന്നത് ഇറാൻ ആയതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ഈ ചരക്ക് കപ്പലുകൾ അതുവഴി വരികയാണെങ്കിൽ അതിനെ ആക്രമിക്കാൻ തക്കവണ്ണം ഇറാൻ സജ്ജമായിരിക്കുന്നത് കൊണ്ടും അതുവഴി ഇനി ഏത് രീതി പുറത്തു വരുമെന്നുള്ള ആശയക്കുഴപ്പത്തിലാണ്. കാരണം സുരക്ഷ എന്ന് പറയുന്നത് ഇപ്പോൾ അമേരിക്കയുടെ കയ്യിൽ ഇല്ല എന്നതാണ് ഏറ്റവും വലിയൊരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്.